ഇന്ന് നമ്മൾ ചെറിയ 3 ടോപ്പിക്സാണ് നോക്കാൻ പോകുന്നത്. ഒന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയിൽ ബാറ്റിലാണ്. അപ്പോൾ ബാറ്റിൽ എന്ന് പറയുമ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ബാറ്റിൽ ഓഫ് തനേശ്വറാണ്. ബാറ്റിൽ ഓഫ് തനേശ്വർ നമുക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല, നമ്മളത്ര ഉണ്ടാവില്ല. പക്ഷേ ബാറ്റിൽ ഓഫ് തനേശ്വർ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്നിരുന്നു. അതുമാത്രമല്ല ബാറ്റിൽ ഓഫ് തനേശ്വർ നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. ബാറ്റിൽ ഓഫ് തനേശ്വർ നടക്കുന്ന കൊല്ലം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1567 ബാറ്റിൽ ഓഫ് തനേശ്വർ നടക്കുന്നത്. ഓക്കെ, 1567. ഇനി ഇതേ കൊല്ലം തന്നെ 9 കൊല്ലത്തിന് ശേഷം 1576 വേറൊരു ബാറ്റിൽ നടക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള ബാറ്റിലാണ്. അതാണ് ബാറ്റിൽ ഓഫ് ഹൽദിഗഡി. ബാറ്റിൽ ഓഫ് ഹൽദിഗഡി നടക്കുന്നത് 1576. അപ്പോൾ 1567 1576 ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ ബാറ്റിൽ ഓഫ് തനേശ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറും രാജ്പുത്സും തമ്മിലുള്ള ബാറ്റിലാണ്, രാജ്പുത്ത്. ഓക്കെ, അതുപോലെ ബാറ്റിൽ ഓഫ് ഹൽദിഗഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറും അതുപോലെ തന്നെ മഹാറാണ പ്രതാപ് ഉണ്ട്, റാണ ഓഫ് മേർവാറായ മഹാറാണ പ്രതാപ് സാഗർ ഡാമൊക്കെ നമുക്കറിയാം. ഓക്കെ, അവർ തമ്മിലുള്ളതാണ്. അപ്പോൾ 2 ബാറ്റിലാണുള്ളത്. ഒന്ന് ബാറ്റിൽ ഓഫ് തനേശ്വറും അതുപോലെ തന്നെ ബാറ്റിൽ ഓഫ് ഹൽദിഗഡി. ഈ ബാറ്റിൽ ഓഫ് ഹൽദിഗഡിയും ബാറ്റിൽ ഓഫ് തനേശ്വറും ലിങ്ക് ചെയ്ത് പഠിക്കുന്നത് ഒന്ന് 1567 1567. പിന്നെ വരുന്നത് 9 കൊല്ലത്തിന് ശേഷം 1576. ഇത് തിരിച്ചിട്ടാൽ മതി. രണ്ടിലും പങ്കെടുക്കുന്ന ഒരു പ്രധാന പോരാളി ആരാണ്? അക്ബർ. അക്ബറിൻ്റെ കൂടെ ബാറ്റിൽ ഓഫ് ഹൽദിഗഡിയിൽ പങ്കെടുക്കുന്നത് ആരാ? മഹാറാണ. ഓക്കെ, അതേപോലെ അക്ബറിൻ്റെ കൂടെ ബാറ്റിൽ ഓഫ് തനേശ്വറിൽ പങ്കെടുക്കുന്നത് ആരാണ്? അതാണ് ആദ്യം നടക്കുന്ന ബാറ്റിൽ. അതിൽ രാജ്പുത്സാണ് പങ്കെടുക്കുന്നത്. ഓക്കെ, ഈ തനേശ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ സരസ്വതീൻ്റെ ബാങ്കിലുള്ള ഒരു സ്ഥലമാണ്, ഹരിയാനയിലുള്ള സ്ഥലമാണ്. ഓക്കെ, അപ്പം ഇതാണ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാറ്റിൽസ്, ഇത് ഓർത്ത് വയ്ക്കണം. അതേപോലെ GDP GNP ആയിട്ട് സംബന്ധിച്ച് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇപ്പോൾ ഒരു മോക്ക് ടെസ്റ്റിലും കൂടി കണ്ടിട്ടേ ഉള്ളൂ. GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാലും GNPയും NDPയും NNPയും ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ GDPയും GNPയും എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. ഓക്കെ, GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഫുൾ ഫോം അറിയാം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതേപോലെ GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഓക്കെ, അതാണ് GDPയും GNPയും. സിമ്പിൾ ഇൻ ടേംസ് ഓഫ് അതായത് അത് ഫുൾ ഫോം നോക്കുകയെന്ന് വെച്ചാൽ GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും GNP എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഫുൾ ഫോം നമ്മൾ മനസ്സിൽ വെക്കുക. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ നമ്മുടെ രാജ്യം ഇന്ത്യ ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യ എടുക്കാം. ഇന്ത്യയുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതാണ് നമ്മുടെ രാജ്യം ഇന്ത്യൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിത്തിൻ ഒരു ഇയറിൽ ഇന്ത്യൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സും സർവീസസും. ഓക്കെ, ഫോറിനിൽ പോയിട്ട് ഇന്ത്യക്കാർ അവിടെ പോയിട്ട് ഉണ്ടാക്കുന്ന ഗുഡ്സും സർവീസും കൂട്ടില്ല. വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദി ടെറിട്ടറി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ നമുക്കറിയാം മാർച്ചിൽ അവസാനിക്കുന്ന ആ ഫിനാൻഷ്യൽ ഇയർ ആണ് ഏപ്രിൽ മുതൽ അടുത്ത മാർച്ച് വരെ ഉണ്ടാകുന്നത്. ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഉള്ളിൽ അതാണ് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഉള്ളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂവിനാണ് പറയുക GDP. ഇനി GNP എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി റെസിഡൻഷ്യൽ ആൻഡ് ബിസിനസ് ഓഫ് എ കൺട്രി ഇറസ്പെക്റ്റീവ് ഓഫ് ലൊക്കേഷൻ. അതായത് ഇന്ത്യൻ സിറ്റിസൺ ഉള്ളവരെ എവിടെ പോയിട്ട്, ഇപ്പം യൂറോപ്പ് പോയിട്ടോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഗൾഫ് പോയിട്ടോ അമേരിക്കയിൽ പോയിട്ടോ എവിടെ പോയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഇനി ഇന്ത്യയിൽ തന്നെ ആയിക്കോട്ടെ, ലോകത്തെ ഏത് രാജ്യത്ത് പോയിട്ടാണെങ്കിലും ഇന്ത്യക്കാരുണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ
വാല്യൂ, അതാണ് GNP. അപ്പം GDP GNPൻ്റെ വ്യത്യാസം എന്താണ്? ഇത് നമ്മളുടെ ലൊക്കേഷൻ പരിധി ഉണ്ട്, ഇന്ത്യൻ ടെറിട്ടറി ഉള്ളൂ. ഇതിനങ്ങനെ ലൊക്കേഷൻ പരിധിയൊന്നുമില്ല. ത്രൂ ഔട്ട് ദി വേൾഡ് ആണ്, സിറ്റിസൺ ആയാൽ മതി. ഓക്കെ, ഒരു ഗൾഫ് പോയിട്ട് ഒരാൾ ഉണ്ടാക്കുന്നത് GNP കൂട്ടും, പക്ഷേ GDP കൂട്ടില്ല. ഓക്കെ, അടുത്തത് എന്താണ് NDP NNP എന്നാണ് നമ്മൾ നോക്കേണ്ടത്. NDP NNP ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, കാരണം നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പം ആ ഇക്വേഷനിലേക്ക് എത്തുകയാണ് വേണ്ടത്. NDP NNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ GDPയും GNPയിൽ നിന്നും നമ്മൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോഴാണ് NDP NNP ആവുക. ഓക്കെ, ഈ GDP ഒരു രാജ്യത്തിൻ്റെ GDP ഉണ്ടാകും, അപ്പോൾ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ നമ്മളുടെ ഓക്കെ, അപ്പോൾ GDPന്നും GNPന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു വാല്യൂവിനാണ് പറയുന്നത് NDP അല്ലെങ്കിൽ NNP എന്ന്. ഓക്കെ, ഇത് NDP, ഇതിൽ നിന്ന് വരുന്നതാണ് NNP. ഓക്കെ, ഇത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും ഇത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റും. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കറക്റ്റായിട്ടുള്ള ഇത് ഗ്രോസ് ആണ്, ഇത് നെറ്റാണ്, അതാണ് വ്യത്യാസം. അപ്പോൾ ഈ ഇക്വേഷൻ എപ്പോഴും ഓർത്ത് വെക്കുക. GDP GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു നെറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതിന് എന്തെങ്കിലും മൈനസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ഈക്വൽ ടു NDP, ഈ G മാറിയിട്ട് N ആകും. ഇനി GNP മൈനസ് ഡിപ്രീസിയേഷൻ ഈക്വൽ ടു NNP. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇക്വേഷനാണ്, ക്വസ്റ്റ്യൻ വരാറുണ്ട്. GDP GNP എന്താണെന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ രണ്ട് ടേംസ് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് റീസെൻ്റ്ലി വളരെയധികം ഒരു ചർച്ചയായ കാര്യമാണ്. കാരണം നമ്മളുടെ ഒരു ആളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യൻ്റെ റാങ്ക് നോക്കുകയാണെന്ന് വെച്ചാൽ 134th റാങ്കാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ വരുന്നത്. സ്വിറ്റ്സർലാൻഡാണ് ഫസ്റ്റ് റാങ്കിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് സ്റ്റാറ്റിക് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കുറച്ച് ബേസിസ് ഉണ്ട്. അതിൽ നിന്ന് ഓപ്ഷൻസ് തന്നിട്ട് നമ്മൾ ഇതിൽ ഏതാ അല്ലാത്തതെന്ന് ചോദിക്കും. ആക്ച്വലി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ബേസിക്കലി കാൽക്കുലേറ്റ് ചെയ്യുക 3 ടേംസിലാണ്. ഒന്ന് ലൈഫ് എക്സ്പെക്റ്റൻസി പറഞ്ഞാൽ നമ്മളുടെ ആയുസ്സും ആ ഒരു ആൾക്കാരുടെ ജീവിത നിലവാരത്തിൻ്റെ ഹെൽത്തും റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ സംഭവം. അടുത്തത് ആൾക്കാരുടെ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഇതിൽ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ലെവലായിട്ടാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ലെവൽ, ലൈഫ് എക്സ്പെക്റ്റൻസി, എഡ്യൂക്കേഷൻ ലെവൽ, അതേപോലെ തന്നെ ലാസ്റ്റായിട്ട് വരുന്നത് പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ GDPയും പെർ ക്യാപിറ്റ ഇൻകം വ്യത്യാസമുണ്ട്. GDP എന്ന് പറഞ്ഞാൽ ഒരു കൺട്രീൻ്റെ ഹോൾലി എത്ര വെൽത്ത് ഉണ്ട് എന്നുള്ളതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. പക്ഷേ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്ക് എത്ര ഇൻകം കിട്ടുന്നു എന്നുള്ളത് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മൂന്നും ബേസ്ഡ് ആയിട്ടാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓപ്ഷനിൽ ചിലപ്പം ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ കൊടുക്കും. ജെൻഡർ ഇക്വാലിറ്റി ഒന്നും ഇതിലില്ല. ആകെ ഈ ഒരു 3 സ്കെയിൽസ് മാത്രമാണ് GDP കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ഓക്കെ, ഇത് കൂടാതെ GDP കുറിച്ച് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, GDP ആരാണ് ഡിസ്കവർ ചെയ്തത്, അതായത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? മെഹബൂബ് ഉൽ ഹക്ക് എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാനി മെഹബൂബ് ഉൽ ഹക്ക് എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാനി എക്കണോമിസ്റ്റാണ് GDP ബേസിൽ ഡെവലപ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് GDP അല്ല HDI ബേസ്ഡ് ആയിട്ടുള്ള ഇത് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പം മെഹബൂബ് ഉൽ ഹക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് HDI ആണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് HDIനെ കുറിച്ച് പറയാനുള്ളത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 ടേംസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ഒന്ന് പെർ ക്യാപിറ്റ, ലൈഫ് എക്സ്പെക്റ്റൻസി, അതേപോലെ എഡ്യൂക്കേഷൻ ലെവൽ. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, ഇത് മൂന്നുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇയർ എന്ന് പറയുമ്പം 1576ഉം 1567ഉം അങ്ങനെ വെറുതെ വരച്ച് നോക്കിയാൽ മതി. ആദ്യം തനേശ്വർ, പിന്നെ ഹൽദിഗഡ്, ദ എന്നല്ല എഴുതുക, THE. അപ്പോൾ T അല്ലേ ഫസ്റ്റ് വരിക, അതുകൊണ്ട് T, പിന്നെ H. ഓക്കെ, 1671.
ഓക്കെ, അതുപോലെ തന്നെ 1761 നടന്നൊരു ഇമ്പോർട്ടൻറ്റ് ബാറ്റിലാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. അത് നമ്മൾ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്സ് പഠിക്കുമ്പം നമുക്ക് ഫസ്റ്റ് ബാറ്റിലും സെക്കൻഡ് ബാറ്റിലും ഓർക്കാൻ എളുപ്പമാണ്. കാരണം രണ്ടും ലിങ്കായിട്ട് ഒരേ ഒരു ടൈം പീരീഡിലാണ് വരുന്നത്. പാനിപ്പത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹരിയാനയത്തെ ഒരു സ്ഥലമാണ്. അപ്പം ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തൊക്കെ ഓർക്കാൻ എളുപ്പമാണ്. പക്ഷെ തേർഡ് ബാറ്റിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പം 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ആരൊക്കെ തമ്മിലാണ്? ബാബറും ഈ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്താണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ആയത് വേഴ്സസ് ഇബ്രാഹിം ലോധി. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത് 1556 ഇതിനോട് 30 കൊല്ലം കൂട്ടിയാൽ മതി. അത് അക്ബറും വേഴ്സസ് ഹേമചന്ദ്രൻ എന്ന് പറയുന്ന അക്ബർ വേഴ്സസ് ഹെമു. ഇതാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഈ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഇപ്പോഴൊന്നുമല്ല, ഒരു 200 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 1761 ഓക്കെ, 1761. 17-16 എന്ന് ഓർത്താൽ മതി, 16 തിരിച്ചിട്ടതാണ്. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു പാനിപ്പത്ത് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത് മറാത്ത വേഴ്സസ് അഫ്ഗാനിലെ അഹമ്മദ് ഷാ അബ്ദാനി ദുറാനി എംപയർ ഉണ്ട്. ഈ ദുറാനി എംപയർ ആയിട്ട് നടക്കുന്നതാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ആക്ച്വലി മുഗൾ വീക്കായിരുന്നപ്പം അഫ്ഗാൻസ് ആയിരുന്നു ഇവിടെ മുഗളിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നത്. അതേപോലെ തന്നെ മുഗളിനെ മറാത്താസും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ആ ഒരു മുഗളിനെ ആര് സപ്പോർട്ട് ചെയ്യണം, അവിടുന്ന് ആര് ലൂട്ട് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് ഈ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വന്നത്. ഓക്കെ, ഈ അഫ്ഗാൻസിനെ അസിസ്റ്റ് ചെയ്യാൻ ഷുജാ ഉദ് ദൗള, ഊദ് എംപയറിലെ സിറാജുദ്ദൗളയൊന്നുമല്ല, ഷുജാ ഉദ് ദൗള, പിന്നെ അതേപോലെ റോഹില, ഇവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവരെ മെയിൻലി സപ്പോർട്ട് ചെയ്തിരുന്നത് സദാശിവറാവോ എന്ന് പറഞ്ഞ മറാത്ത ആയിരുന്നു. അപ്പം നമ്മൾ അത്ര ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട, മെയിൻലി മറാത്ത അഫ്ഗാൻ എന്ന് പഠിച്ചാൽ മതി. അഹമ്മദ് ഷാ അബ്ദാലിയാണ് ഈ ബാറ്റിൽ മെയിനായിട്ട് അഫ്ഗാൻ ഉണ്ടായിരുന്നത്. 1556 എന്ന് പറയുമ്പോൾ 1761 മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എടുത്തു പറഞ്ഞതാണ്. ഓക്കെ.